ഹലോ, ഇന്ന് നമ്മൾക്ക് പപ്പായയുടെ ഒരു പായസമായാലോ. അതിന് വേണ്ടി ഇതുപോലെ 2 പപ്പായ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പപ്പായ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. ഇത് കഴുകി ഫ്രഷാക്കി ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്കിട്ട് അല്പം ഭാഗം വെള്ളം വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുത്ത് വരാം. ഇപ്പോൾ എനിക്കിത് വേകാൻ വേണ്ടി 6 വിസിലെടുക്കേണ്ടി വന്നു. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ശർക്കര 4 കഷ്ണം എടുത്തിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾക്ക് കുക്കറിൽ വേവിക്കാൻ വെച്ച പപ്പായ ഒരു അരിപ്പിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം വാർത്തെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ശർക്കര ഇപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഒരു നാളികേരത്തിൻ്റെ പാൽ നമുക്ക് 2-ാം പാലും 1-ാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായ ശേഷം കുറച്ച് നെയ്യ് നമുക്ക് അതിനോട് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം വാർക്കാൻ വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി അതൊന്ന് ഉടച്ചെടുക്കണം. നല്ല വെന്തതുകൊണ്ട് വേഗം ഉടയാനായിട്ട് കഴിയും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര പാനിയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. ഇത് നമുക്ക് അതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അതിലേക്ക് ചെയ്യേണ്ടതെല്ലാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചുക്ക് പൊടി ഇടാം. ജീരകം പൊടിച്ചതും ഏലക്കാണ്ടും ഒന്നിച്ചിട്ടാണ്. ജീരകം ആവശ്യമില്ലെങ്കിൽ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി നന്നായ ശേഷം നമുക്ക് നല്ലൊരു തിക്ക് തോന്നുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വേവിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി സെറ്റാവുന്നത് വരെ നമുക്ക് കൈ എടുക്കാതെ ഇനി ഇളക്കണം. പായസം ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി വറുത്തിടണം. അതിന് വേണ്ടി ഞാനൊരു പാനിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് മെൽറ്റാനിട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. സ്വാദിഷ്ടമായ പപ്പായ പായസം നിങ്ങളും ഉണ്ടാക്കുക ഈ ഓണത്തിന്. ഓക്കേ.